ഇന്ന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വളരെ വേഗത്തിൽ നോക്കാം. ഇന്നിത് സംഭവിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തോട് യാത്ര പറയും. ഉച്ചയോടെ കൊച്ചിയിലെത്തിയ ശേഷം വൈകുന്നേരം അദ്ദേഹം ഡൽഹിക്ക് പുറപ്പെടും. 2-ാം തീയതി ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഔദ്യോഗിക പദയാത്രകൾ ഇന്ന് വൈകിട്ട് ശിവഗിരിയിൽ സംഗമിക്കും. വിവിധ പദയാത്രകളിലായി ആയിരങ്ങൾ ശിവഗിരിയിൽ എത്തിച്ചേരും. 92-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. കാസർഗോഡ് പയസ്വിനി പുഴയിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ ഖബറടക്കം ഇന്ന് നടക്കും. റിയാസ്, യാസീൻ, സമദ് എന്നീ കുട്ടികളാണ് ഇന്നലെ കുളിക്കാനിറങ്ങവെ അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 പേരുടെയും സംസ്കാരം ഇന്ന് എരഞ്ഞിപ്പുഴ നൂറുൽ ഹുദ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടക്കും. MTയുടെ ചിതാഭസ്മം ഇന്ന് തിരുനാവായയിൽ നിമജ്ജനം ചെയ്യുന്നു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിലെ നിളാനദിയിൽ ചിതാഭസ്മം ഒഴുക്കുന്നു. രാവിലെ കുടുംബം തിരുനാവായയിലെത്തി അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച് ചിതാഭസ്മം നിളയിൽ ഒഴുക്കും. നീലക്കുയിൽ സിനിമ നാടകമായി ഇന്ന് സ്റ്റേജിലെത്തും. P. ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത് 1954 പുറത്തിറങ്ങിയ സിനിമയാണ് നീലക്കുയിൽ. ഇന്ന് വൈകിട്ട് 5:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് നാടകത്തിന്റെ ആദ്യ പ്രദർശനം. സന്തോഷ് ട്രോഫി സെമി ഫൈനലിൽ കേരളം ഇന്ന് മണിപ്പൂരിനെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമിയിൽ ബംഗാൾ സർവീസസിനെ നേരിടും. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ FCയെ നേരിടും. ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് തുടരെ 2-ാം ജയം തേടി. ജംഷഡ്പൂരിൽ ഇന്ന് രാത്രി 7:30 മത്സരം.